ഞാൻ ഡോക്ടർ ബിനിയ, ബെത്സൈദ ഹോമിയോ ക്ലിനിക്, കലൂർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കിഡ്നി സ്റ്റോണിനെ പറ്റിയാണ്. ഒരുപാട് പേഷ്യൻസ് കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കിഡ്നി സ്റ്റോൺ എന്നുള്ളത്. അതിനെപ്പറ്റി നമുക്കൊന്ന് വിശദമായി നോക്കാം. ഏറ്റവും ആദ്യം കിഡ്നി സ്റ്റോണിന്റെ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. ഒന്നില്ലെങ്കിൽ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ സ്ട്രൂവൈഡ് സ്റ്റോൺ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് യൂറിക് ആസിഡ് കൊണ്ടുണ്ടാകുന്ന യൂറിക് ആസിഡ് സ്റ്റോണുകളായിരിക്കാം. എന്തായാലും കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് തന്നെ പലതരത്തിലുണ്ട്. അത് തന്നെ യൂറിനറി സ്റ്റോണും ആയിരിക്കാം. ചിലപ്പോൾ നമുക്കറിയില്ല, പേഷ്യന്റ് വന്ന് കംപ്ലൈന്റ് പറയുന്നത് എങ്ങനെയാണോ അതിന്റെ സിംറ്റംസ് വെച്ചിട്ടാണ് അത് നമ്മൾ USGയോ അല്ലെങ്കിൽ CT സ്കാനോ നോക്കിയിട്ടാണ് ഇത് കിഡ്നി സ്റ്റോണിന്റെ വേദനയാണോ അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ ആണോ എന്ന് മനസ്സിലാക്കുന്നത്. അതിൽ തന്നെ സിംറ്റംസ് എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒരുപാട് കേസസ് വരുന്നത് എപ്പോഴും ലോവർ ബാക്ക് പെയിൻ എന്നുള്ള വേദനയായിരിക്കും തുടങ്ങുന്നത്. മിക്കവാറും ലോവർ ബാക്ക് പെയിൻ എന്ന് പറഞ്ഞിട്ടാണ് പേഷ്യന്റ് വരുന്നത്. ആരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. എല്ലാവരുടെ വിചാരവും ഇത് ലോവർ അബ്ഡോമിനൽ പെയിൻ, അതായത് വയറിന്റെ അടിഭാഗത്തായിരിക്കും വേദന വരിക എന്നാണ് ഒരുപാട് പേർ വിശ്വസിച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. മിക്കവാറും ലോവർ ബാക്ക് പെയിൻ ആയിട്ടായിരിക്കും പേഷ്യന്റ് വരിക. ലോവർ ബാക്ക് പെയിൻ എന്ന് പക്ഷേ റേഡിയേറ്റ് ചെയ്തിട്ട് സൈഡ് വഴി നമ്മുടെ ലോയിൻ ഗ്രോയിൻ ആ ഭാഗത്തോട്ട് ഇറങ്ങി വരും. അതായത് ഒടി ഭാഗം എന്ന് പറയുന്ന ഭാഗത്തോട്ട് വേദന ഇറങ്ങി വരും. ഇങ്ങനെയാണ് കിഡ്നി സ്റ്റോണിന്റെ വേദന എപ്പോഴും കാണാറ് ജനറലി. പിന്നെ അതിന്റെ കൂടെ നമുക്ക് എന്താ ഉണ്ടാവുക, സാധാരണ പോലെ തന്നെ വയറിന്റെ അടിഭാഗം വേദന ഉണ്ടാവും. ചിലപ്പോൾ ചില കേസസിൽ ഫീവർ ഉണ്ടാവും, പനി ഉണ്ടാവും, പനി ചിൽസ് ഉണ്ടാവും, തണുക്കുന്ന പോലെ തോന്നും, അല്ലെങ്കിൽ ക്ലൗഡി യൂറിൻ ഉണ്ടാവും, ബ്ലീഡിങ് ഇൻ യൂറിൻ ഉണ്ടാവാം. അങ്ങനെ ബാക്കി അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് യൂറിനിലാണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്. ഒന്നില്ലെങ്കിൽ എപ്പോഴും അർജ്, ഇപ്പോൾ യൂറിൻ പാസ് ചെയ്യണം എന്നുള്ള തോന്നല്, വേദന, ശക്തിയായ വേദനകൾ, വേദനയുടെ കൂടെ നമുക്ക് സ്വെറ്റിങ്, അതായത് വിയർക്കുന്ന ഒരവസ്ഥ, പിന്നെ ഈ പറഞ്ഞ പോലെ നീങ്ങുന്ന ഒരവസ്ഥ. ലോവർ ബാക്ക് പെയിൻ ആണെന്ന് വെച്ചുകൊണ്ടിരിക്കരുത്. എന്താണ് നമ്മുടെ വേദന എന്നുള്ളത് ജനറലി എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. ലോവർ ബാക്ക് പെയിൻ ആയിട്ട് വന്നാലും ചിലപ്പോൾ അത് കിഡ്നി സ്റ്റോണോ യൂറിനറി സ്റ്റോണോ ഒക്കെ ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ സിംറ്റംസ് എന്ത് കണ്ടാലും നമ്മളൊന്ന് ഡോക്ടറെ കണ്ടിട്ട്, ഇപ്പം ജനറലി എല്ലാവർക്കും ഉള്ളതാണ് ലോവർ ബാക്ക് പെയിൻ എന്നുള്ളത്. പക്ഷേ ലോവർ ബാക്ക് പെയിനിൽ തന്നെ ഇത്തിരി റേഡിയേറ്റിംഗ് ആയിട്ട് അതിന് മൂവ്മെന്റ് ഉണ്ട്. ഈ വേദന അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ഇപ്പൊ സ്ട്രൂവൈഡ് സ്റ്റോൺ എന്ന് ഞാൻ പറഞ്ഞ പോലത്തെ ആ സ്റ്റോണുകൾ വരുന്നത് യൂറിനറി ഇൻഫെക്ഷൻ അടിക്കടി വന്നിട്ടാണ്. അപ്പൊ പേഷ്യന്റിന് ആദ്യം വരുന്നത് ഇടയ്ക്കിടെ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു എന്നുള്ളതായിരിക്കാം പേഷ്യന്റിന്റെ കംപ്ലൈന്റ്. പിന്നീട് അത് അങ്ങോട്ട് നമ്മൾ USG എടുത്ത് നോക്കുമ്പോൾ, അതായത് അൾട്രാസൗണ്ട് സ്കാൻ എടുത്ത് നോക്കുമ്പോൾ അത് കല്ലായിട്ട് രൂപപ്പെട്ടിരിക്കും. അപ്പൊ യൂറിനറി ഇൻഫെക്ഷനും അടിക്കടി തുടരുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. അത് നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ്, പല കാരണങ്ങളുണ്ട് കേട്ടോ അതിന് ചിലപ്പോൾ യൂറട്രോ നെഫ്രോസിസ് ആയിരിക്കാം. അങ്ങനെ വേറെ പല കാരണങ്ങളുണ്ട്. എങ്കിൽ പോലും നമുക്ക് കിഡ്നി സ്റ്റോൺ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ആ പേഷ്യന്റിന്റെ ബുദ്ധിമുട്ട്. ഭയങ്കര ഷാർപ്പായിട്ടുള്ള പെയിനുകളായിരിക്കും വേദന വരുന്നത്. പിന്നെ ഇനിയുള്ളത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ. അതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത്, കാൽഷ്യം ഓക്സലേറ്റ്. അപ്പോൾ കാൽഷ്യം കൂടുന്നതോ അല്ലെങ്കിൽ ഓക്സലേറ്റിന്റെ ഇതോ ആയിരിക്കാം കാരണം. അതിന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഭക്ഷണത്തിൽ പൊട്ടറ്റോസ്, ടീ, ചോക്ലേറ്റ്, സ്പിനാച്ച്, അങ്ങനെ കാൽഷ്യം അടങ്ങിയ സാധനങ്ങളും, പിന്നെ ചില കേസസ് കണ്ടിരിക്കുന്നത് വൈറ്റമിൻ സിയോ അല്ലെങ്കിൽ വൈറ്റമിൻ ഡി അല്ലെങ്കിൽ കാൽഷ്യം ടാബ്ലറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നവര് എപ്പോഴും അതിന് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഈ ഡി സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ കഴിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിഞ്ഞിട്ട് ഒരു കല്ല് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ ഭക്ഷണത്തിലും ഈ പറഞ്ഞ പോലെ നമുക്ക് കാൽഷ്യം കൂടുതൽ വരുന്നു അല്ലെങ്കിൽ സ്റ്റോണുകൾ ഉണ്ടാവുന്നുണ്ട്, അത് കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഇത് തേടുക. അപ്പൊ കാൽഷ്യം ഓക്സലേറ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അത് ആണ് നമുക്ക് കല്ലായിട്ട് മാറുന്നതെങ്കിൽ അതിന് വേദന കൂടുതലായിരിക്കും. കാരണം അതിനൊരു സ്പൈൻസ് പോലെ, ഇത്തിരി ഹാർഡ് ആയിട്ടുള്ള സ്പൈൻസ് പോലെ ആയിരിക്കും അതിന്റെ ഔട്ടർ സർഫസ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പോകുന്ന സമയത്ത് നല്ല വേദന ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ബ്ലീഡിങ്ങും കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ജനറലി നമ്മൾ മരുന്ന് കൊടുക്കുന്നു, പൊടിയാനുള്ള മരുന്ന് കൊടുക്കുന്നു. അത് ഒരു 5 mm വരെയൊക്കെ വളരെ ഈസി ആയിട്ട്, പിന്നെ 5 mm മുകളിൽ പതുക്കെ ഒരു 6 months മരുന്ന് കൊടുത്തിട്ടാണ് നമ്മൾ അതിനെ പൊടിച്ച് കൊണ്ടുവരുന്നത്.
അപ്പൊ ഇങ്ങനെ പൊടിക്കുന്ന സമയത്ത് ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കട്ടായാണ് നമുക്ക് യൂറിനിലൂടെ പാസ് ചെയ്യുന്നത്. അപ്പം മെയിൽസിനാണെങ്കിൽ, അതായത് മെയിലിന് എപ്പോഴും അവരുടെ യൂറത്രയുടെ ഔട്ട്ലെറ്റ് അത്രയും സർക്കംഫറൻസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പോകുന്ന സമയത്ത് ഒരു വേദന ഉണ്ടാകാനും ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകാനും, പ്രത്യേകിച്ചും കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺസിൽ ഒരു വേദനയും ബ്ലീഡിങ്ങും കാണാറുണ്ട്. അപ്പൊ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് സർക്കംഫറൻസ് കുറവാണ്, പിന്നെ ഇതിന്റെ പുറത്തുള്ള സ്പൈൻസ് ഒക്കെ കൂറിയിട്ടും ഒക്കെ നമുക്ക് ബ്ലീഡിങ് നല്ലപോലെ ഉണ്ടാവും. പക്ഷെ സാധാരണയിൽ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് ഒരുപാട് പേഷ്യൻസ് നമുക്ക് ചെറിയ പീസസ് ഓഫ് സ്റ്റോൺസ് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാറുണ്ട്. ഇത് യൂറിനിലൂടെ പാസ് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ ഫീമെയിൽ ആകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ്, കാരണം യൂറത്രയുടെ ഔട്ട്ലെറ്റ് സർക്കംഫറൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് പോകും. അത്രയും ബ്ലീഡിങ്ങും വേദനയും അവർക്ക് കാണാറില്ല. എങ്കിലും കാൽഷ്യം ഓക്സലേറ്റിനാണ് ഏറ്റവും അധികം പെയിൻ. അതേസമയം യൂറിക് ആസിഡിന്റെ സ്റ്റോൺ ആണെങ്കിൽ അത് റിലേറ്റഡ് വിത്ത് ഗൗട്ട് ആണ്. എങ്കിലും ഈ ഒരു സ്റ്റോൺ ക്രിയേറ്റ് ആയി നമ്മളത് പൊടിച്ചു കളയാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത് പോകുമ്പോൾ ഒട്ടും തന്നെ വേദന ഉണ്ടാവില്ല, പേഷ്യന്റ് അറിയില്ല. കാരണം ഇത് സോഫ്റ്റ് ആൻഡ് ബോൾ ലൈക്ക് ആണ്. ഒത്തിരി സോഫ്റ്റ് ആയിട്ടുള്ള ബോൺസ് ആയതുകൊണ്ട്, മീൻസ് ഈ സ്റ്റോൺസ് ആയതുകൊണ്ട് തന്നെ അത് പോകുന്ന സമയത്ത് നമുക്ക് അങ്ങനെ വേദനയോ അസ്വസ്ഥതയോ അങ്ങനെയൊന്നും കാണാറില്ല. എങ്കിലും നമ്മളത് മരുന്ന് കഴിച്ച് ബെറ്റർ ആക്കണം. അതിന് നമുക്ക് ഈ യൂറിക് ആസിഡിന്റെ സ്റ്റോൺ ശരിക്കും ആ ഗൗട്ടിന്റെ ഒരു ഭക്ഷ്യ വിഭവങ്ങളാണ് ഒഴിവാക്കേണ്ടത്. അതായത് റെഡ് മീറ്റ് ഒഴിവാക്കുക, ഫിഷ്, കാൽഷ്യം അടങ്ങിയ ചെറിയ മീനുകൾ, അങ്ങനെ ഫിഷ്, മീറ്റ്, അങ്ങനത്തെ എല്ലാ സാധനങ്ങളും, നോൺ വെജ് ഐറ്റംസ് ആണ് കൂടുതലും ഗൗട്ട് റിലേറ്റഡ് ആയിട്ട് വന്ന യൂറിക് ആസിഡ് സ്റ്റോണുകളാണെങ്കിൽ ഒഴിവാക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ 3 തരത്തിൽ കോമൺ ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളൂ. ഇതല്ലാതെ പലതരത്തിലുള്ള സ്റ്റോണുകളുണ്ട്. പക്ഷെ എങ്കിലും ജനറലി വരുന്നത് ഈ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോണുകളാണ് മിക്കവാറും നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നത് പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഇതിൽ ഏറ്റവും വലിയ ഒരു കോമൺ മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ ആളുകൾ അറിയുന്നില്ല. ഇപ്പം ലോവർ ബാക്ക് പെയിൻ ആണെന്ന് വെച്ചുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ ഇരുന്നതിൻ്റെ ആയിരിക്കാം, ക്രാമ്പ് ആയിരിക്കാം, ഇങ്ങനെ പലതും പറഞ്ഞ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പിന്നെ യൂറിൻ പോകുന്നില്ല, അല്ലെങ്കിൽ അടിക്കടി യൂറിൻ അർജി തോന്നുന്നു, ഭയങ്കര ഒരു ഇൻഫെക്ഷൻ രീതിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഈ കേസ് വരുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ സ്റ്റോണൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഈ ജംഗ്ഷൻ ഉണ്ട്, അതായത് നമ്മുടെ ഒരേ ജംഗ്ഷൻ പോലെയാണ്. നമ്മുടെ ഉള്ളിൽ നിന്നാണെങ്കിലും ഇത് പോകുന്നതിന് യൂററ്റർ കഴിഞ്ഞ് പിന്നെ അങ്ങനെ യൂറിനറി ബ്ലാഡറിന്ന് വന്ന്, അല്ലെങ്കിൽ യൂറിനറി സ്റ്റോൺ ആണെങ്കിൽ അങ്ങനെ കിഡ്നിന്നാണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ തുടങ്ങണം. അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എവിടെ ജംഗ്ഷൻ വരുന്നോ അവിടെ ഈ സ്റ്റോണുകൾ വന്ന് സ്റ്റക്ക് ആവാനുള്ള ഒരു ഇടയുണ്ട്. അപ്പൊ ഈ സ്റ്റക്കായ സ്റ്റോൺ പിന്നീട് നമുക്കത് പൊടിച്ച് കളയുമ്പോഴത്തേനും കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആണ്. അപ്പോൾ ആണ് ബ്ലീഡിങ്, ചിലപ്പോൾ അവിടെ ഇരുന്ന് ഇൻഫെക്ഷൻ വരാം, ചിലപ്പോൾ യൂറിൻ എന്താ പറയുക സ്റ്റക്കാക്കി നിർത്തിയിട്ട് യൂറിൻ ശരിക്കും പാസ് ചെയ്യാതെ വന്നേക്കാം. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മളത് സ്ട്രക്ചറിൽ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. അല്ലാത്ത പക്ഷം വലിയ കല്ലുകളാണെങ്കിൽ പോലും ഇത് പൊടിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും തന്നെ പ്രശ്നം നമുക്ക് വരുന്നില്ല. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പീസായിട്ടാണ് വരുന്നതെങ്കിൽ ഈ ജംഗ്ഷനിൽ ഇത് സ്റ്റക്ക് ആവാതെ നേരെ യൂറിനിലൂടെ പാസ് ചെയ്ത് പോയിക്കോളും. അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പൊ ഏറ്റവും വേണ്ടത് എന്താന്ന് വെച്ചാൽ ഒത്തിരി വേദന വരാൻ നിൽക്കാതെ, എന്താണ് എനിക്ക് വയറുവേദനയുണ്ട് അല്ലെങ്കിൽ എനിക്ക് നടുവേദനയുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വന്നിട്ട് ഡോക്ടറെ കാണിക്കുക. അത് വഴി പിന്നീടുള്ള ഇൻസ്ട്രക്ഷൻസ് വഴി നമുക്ക് USGയോ CT സ്കാനോ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള ഒരു തീരുമാനം എടുക്കുക. പിന്നെ ഇനി നമുക്ക് ഇതിനെപ്പറ്റി പറയാനുള്ള എന്താന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഹെറിഡിറ്ററി ആയിട്ടാണ് നമുക്ക് ഇങ്ങനെ കിഡ്നി സ്റ്റോൺസ് വരുന്നത് എങ്കിൽ, അതായത് നമുക്ക് അപ്പനപ്പൂപ്പന്മാരായിട്ട് ഇങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ കിഡ്നി ഫോർമേഷൻ, അപ്പൊ സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും എനിക്ക് പ്രധാനമായിട്ട് തോന്നിയിരിക്കുന്നത്, നമ്മൾ എന്തോരം നാള് മരുന്ന് കഴിച്ചാലും പൊടിച്ച് കളഞ്ഞാലും ഇനി കീഹോൾ സർജറി ചെയ്തോ പല രീതിയിലുള്ള നമ്മൾ ഒരുപാട് വഴികളുണ്ട് നമുക്ക് കിഡ്നി സ്റ്റോൺ ഒഴിവാക്കാനായിട്ട്. പക്ഷെ ചെയ്താലും വീണ്ടും അതുപോലെ തന്നെ കാൽഷ്യം ഓക്സലേറ്റ് സ്റ്റോൺ ഒക്കെ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കേസിൽ നമുക്ക് വീണ്ടും ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് മരുന്ന് കഴിക്കുക. 6 മാസം മുതൽ 1 കൊല്ലം വരെ കഴിച്ചാലും കുഴപ്പമില്ല. ഈ ഒരു ടെൻഡൻസി നമ്മുടെ ശരീരത്തിൽ നിന്ന് എടുത്തു മാറ്റുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ടെൻഡൻസി, അതായത് ഈ ഒരു ഫോർമേഷൻ കുറയ്ക്കണം. അതായത് ഇത് വന്ന് ഇങ്ങനെ അടിഞ്ഞ് അത് ഏത് തരത്തിലുള്ള സ്റ്റോൺ ആണെങ്കിലും, ഞാൻ കണ്ടിരിക്കുന്നത് ഇപ്പൊ കിഡ്നി സ്റ്റോൺ എന്നല്ല, ഗോൾ ബ്ലാഡർ സ്റ്റോൺ ആവട്ടെ, ഏത് സ്റ്റോൺ ആണെങ്കിലും ഈ ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള ടെൻഡൻസി ഉള്ളവർ
എപ്പോഴും എന്താ പറയുന്നത് വീണ്ടും വീണ്ടും ഉണ്ടാവും. അതിപ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം, അതായത് നമ്മുടെ യൂറിൻ കുറുകുന്നു, അതായത് അധികം വെള്ളം ഇല്ലാതെ ഹൈഡ്രേഷൻ കറക്റ്റ് ആകാതെ നമ്മുടെ ബോഡി മീൻസ് യൂറിൻ കുറുകുന്നത് കൊണ്ടാണ് ഇങ്ങനെ ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യാത്തത് അല്ലെങ്കിൽ സ്റ്റോൺസ് ഫ്ലഷ് ഔട്ട് ചെയ്യാത്തതെന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അത് നമ്മൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഒരുപാട് വെള്ളം കുടിക്കും, പല രീതിയിലും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം പേഷ്യൻസ് എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നല്ലോണം വെള്ളം കുടിക്കുമ്പോൾ നല്ലോണം യൂറിൻ പാസ് ചെയ്യും, അതേപോലെ നല്ലപോലെ വിയർക്കും, വിയർത്തിട്ടാണെങ്കിലും ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ മിക്കവാറും എനിക്ക് കിട്ടിയിരിക്കുന്ന ഇപ്പം ഈ എന്താ പറയുക ഈ വെയിറ്റ് ഒക്കെ ഹെവി ലിഫ്റ്റ്, അതായത് ലിഫ്റ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ യൂണിയനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ വരുമ്പോൾ അവരൊക്കെ എനിക്ക് മനസ്സിലായിരിക്കുന്നത് അവരൊക്കെ നല്ലപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത് വെള്ളം പോലെ ഒഴുകുവാണ്, അതായത് ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അതിന് എന്നാലും ഈവനിങ് ആവുമ്പോൾ ഈ പറഞ്ഞ പോലെ എത്ര തന്നെ വെള്ളം കുടിച്ചാലും 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ കുടിക്കുന്നവരുണ്ട്. എന്നാലും ഈ വേർപ്പിലൂടെയും അതേപോലെ തന്നെ യൂറിനും പാസ് ചെയ്യുന്നുണ്ടെങ്കിലും ഈ സ്റ്റോൺ ഫോർമേഷൻ വീണ്ടും വീണ്ടും നല്ലപോലെ പൊടിഞ്ഞ് USG ക്ലിയർ ആയ പേഷ്യൻസ് പോലും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ടെൻഡൻസി എടുത്തു മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രകൃതം അനുസരിച്ചുള്ള മരുന്നുകൾ നിർബന്ധമായും കഴിക്കണം. അവരുടെ പ്രകൃതത്തിൽ നിന്നും ആ ഒരു ടെൻഡൻസി എടുത്തു മാറ്റുക മാത്രമേ ഈ ഒരു കേസിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായിട്ടുള്ളൂ. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിച്ച് അവരുടെ പ്രകൃതം കണ്ടുപിടിച്ച് അതിനനുസരിച്ചുള്ള ഹോമിയോ മരുന്നുകൾ തന്നെ കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് ബെറ്റർ ആക്കാൻ ഈ കേസ് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിന്റെ കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഈ ഒരു ജംഗ്ഷൻ വന്ന് ഇത് സ്റ്റക്കായി പോയി പേഷ്യന്റിനെ പറ്റാതെ വരുമ്പോഴാണ് നമുക്കത് സ്ട്രക്ചറിൽ റിമൂവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത പക്ഷം ഇത് പൊടിച്ച് കളയാവുന്നതാണ്. മിക്കവാറും എല്ലാം പൊടിഞ്ഞാണ് താഴോട്ട് വരുന്നത്. അങ്ങനെയാവുമ്പം സ്റ്റക്ക് അല്ലാതെ നേരെ യൂറിനിലൂടെ പാസ് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ ജനറലി ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും അവർക്ക് ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതേപോലെ വേദന അടിക്കടി വരുന്നുണ്ട്, യൂറിനിൽ ഇൻഫെക്ഷൻ, മിക്കവാറും ആളുകൾ യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു, നമ്മൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നു, ആന്റിബയോട്ടിക് എടുക്കുന്നു, പിന്നെ വീണ്ടും അതേപോലെ തന്നെ ചിലപ്പോൾ വിത്തിൻ 1 മാസത്തിൽ തന്നെ 2 പ്രാവശ്യം യൂറിനറി ഇൻഫെക്ഷൻ വരുന്നു. ഇതെല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ടെൻഡൻസി ആയി അവസാനം അതൊരു ചിലപ്പോൾ സ്റ്റോണിലാണ്, പിന്നീട് നമ്മൾ USG എടുത്ത് നോക്കുമ്പോഴത്തേന് സ്റ്റോൺ ഫോം ആയിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷനിൽ തന്നെ നമ്മൾ ആ ഒരു ടെൻഡൻസി എടുത്തു മാറ്റാനുള്ള മരുന്നുകൾ കഴിക്കുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ ബോഡിയെ ശ്രദ്ധിക്കുകയാണെങ്കിൽ വേദനകൾ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക. മാക്സിമം നമ്മൾ അത് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യുക, എന്താണ് നമ്മുടെ അസുഖം എന്ന് മനസ്സിലാക്കുക, അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കുക. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.